ഓക്കെ, എല്ലാവർക്കും വീണ്ടും നമ്മുടെ 2-dimensional മോഷന്റെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് കഴിഞ്ഞു? ഓൾറെഡി അതിന്റെ തിയറി പാർട്ട് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി നമുക്കുള്ളതെന്ന് വെച്ചാൽ അതിന്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് 8 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്താൽ മതി. പ്രൊജക്ടൈൽ മോഷൻ ആണ് കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, തുടങ്ങിക്കളയാം. അതിനകത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ, വാട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ എച്ച് ആൻഡ് ആർ? അപ്പൊ അവിടെ വേറെ ഒന്നും തരുന്നില്ല. നമുക്ക് ഒരു ബോഡിയെ നമ്മളിങ്ങനെ പ്രൊജക്ട് ചെയ്തു, തീറ്റ ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്തു. അവന്റെ എച്ചും ആറുമായിട്ടുള്ള റിലേഷൻ എന്താണ്? ഇതാണ് എച്ച്, വെർട്ടിക്കൽ ഹൈറ്റ് റേറ്റ്. ആ സമയത്തുണ്ടാകുന്ന ഹൊറിസോണ്ടൽ റേഞ്ച്, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദീസ് ടു? വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേറെ ഒന്നും തന്നിട്ടില്ല. ആ പടം ഇരിക്കുന്നത് തീറ്റ മാത്രമാണ്. H/R എത്രയാണെന്ന് അറിയാം. അപ്പൊ നമുക്ക് അസ്യൂം ചെയ്യാം. പക്ഷെ അസ്യൂം ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഫൈനൽ റിസൾട്ടിനകത്ത് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ u ആണെങ്കിൽ h is equal to u square sin square theta divided by 2g. And horizontal range r is equal to u square sin 2 theta divided by g. Therefore h divided by r is equal to u square sin square theta divided by 2g into u square sin 2 theta divided by g. u square cancel ആയി, g cancel ആയി. Therefore this is equal to sin square theta divided by 2 into sin 2 theta 2 sin theta cos theta എന്ന് എഴുതാം. അതിനകത്ത് ഒരു sin തീറ്റയും sin തീറ്റയും കൂടെ ക്യാൻസൽ ആയി. sin theta by cos theta is equal to tan theta, that is tan theta divided by 4. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. For a projectile h/r is equal to tan theta divided by 4. പഠിച്ചു വെക്കണം. ഒരു ബോഡിയെ നമ്മൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ അവന്റെ മാക്സിമം ഹൈറ്റ് എച്ചും ഹൊറിസോണ്ടൽ റേഞ്ച് ആറുമാണെങ്കിൽ h/r is equal to tan theta divided by 4. വേറെ ഒന്നും വേണ്ട, തീറ്റ മാത്രം മതി. ഇത് നമുക്ക് പലയിടത്തും ആവശ്യം വരും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. ഓക്കെ, മനസ്സിലായേ? എച്ചും ആറും തമ്മിലുള്ള റിലേഷൻ ഇതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഇൻ വിച്ച് ഹൊറിസോണ്ടൽ റേഞ്ച് ആൻഡ് വെർട്ടിക്കൽ ഹൈറ്റ്സ് ആർ ഈക്വൽ? എച്ചും ആറും ഈക്വൽ ആകുന്ന ആംഗിൾ എത്രയാണ്? രണ്ട് രീതിയിൽ ഞാൻ ചെയ്യാം. ഒന്നും h is equal to r, വേറെ ഒന്നും തന്നിട്ടില്ല, തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എഴുതും h is equal to u square sin square theta divided by 2g is equal to u square sin 2 theta divided by g. h ബാറും ഈക്വൽ ആണ്. u square g sin square theta is equal to 2 into sin 2 theta 2 sin theta cos theta. ഒരു sin തീറ്റയും ഒരു sin തീറ്റയും കൂടെ ക്യാൻസൽ ആയി. ഇതിനെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ tan theta is equal to 4 or theta is equal to tan inverse 4. This is the answer. Tan inverse 4. അപ്പോൾ ചോദിക്കും വേറെ മാർഗം? ഇതിന് തൊട്ടു മുമ്പുള്ള ആൻസർ അറിഞ്ഞാൽ മതിയായിരുന്നു. h/r is equal to tan theta by 4. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. h is equal to r, രണ്ടും ക്യാൻസൽ. Therefore tan theta is equal to 4 or theta is equal to tan inverse 4. സിമ്പിൾ, മനസ്സിലായി? പിന്നെ ബോർഡ് എക്സാമിനേഷൻ ചോദിക്കുകയാണെങ്കിൽ 2 മാർക്കൊക്കെ ആണെങ്കിൽ ഇത് എഴുതണം. 1 മാർക്കാണെങ്കിൽ ഇത്രയും മാത്രം എഴുതി വെച്ചാൽ മതി. 2 മാർക്കാണെങ്കിൽ ഇത്ര എഴുതണം. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ക്വസ്റ്റൻ അത് പലപ്പോഴും എൻട്രൻസിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇഫ് r is equal to 4h, if r is equal to 4h, then what is the value of theta? എൻട്രൻസിന് ചോദിച്ചിട്ടുള്ളതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. r is equal to 4h, അതിന്റെ അർത്ഥം h divided by r is equal to 4h is equal to tan theta divided by 4. h ക്യാൻസൽ ആയി, 4 ക്യാൻസൽ. That is tan theta is equal to 1. tan theta 1 വരണമെങ്കിൽ theta is equal to 45 degree. അപ്പൊ ഹൊറിസോണ്ടൽ റേഞ്ച് എച്ചിന്റെ 4 ടൈംസ് വരുന്നത് എപ്പോഴാണ്? 45 degree. When a body is projected at an angle 45 degree, then the horizontal range vertical height 4 times ആയിരിക്കും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? അതും പഠിച്ചു. ഇതൊക്കെ എൻട്രൻസിൽ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 3, തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമ്മൾ നോക്കൂ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ അറ്റ് വിച്ച്, അതാണ് നമ്മളിപ്പോൾ എഴുതിയത് 45 ഡിഗ്രി. അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇല്ല. ഹിയർ
h by r is equal to tan theta by 4. That is h by 4h is equal to tan theta divided by 4. അതിൻ്റെ അർത്ഥം tan theta is equal to 1 or theta is equal to 45 degree. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദ ലീസ്റ്റ് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ ഫോർ എ ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് 2000? അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ച് 2000 കിട്ടാൻ അപ്പോൾ എഴുതണം r is equal to u square sin 2 theta divided by g. ഹൊറിസോണ്ടൽ റേഞ്ച് r കിട്ടാനുള്ള വെലോസിറ്റി ദാറ്റ് ഈസ് u is equal to rg divided by sin 2 theta. അത് u സ്ക്വയർ ആണ്. Therefore u is equal to root of rg divided by sin 2 theta. This is equation for u. ഈ വെലോസിറ്റി ലീസ്റ്റ് ആകണമെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? u ലീസ്റ്റ് ഇത് ലീസ്റ്റ് ആകണമെങ്കിൽ താഴെയുള്ള സൈൻ 2 തീറ്റയുടെ വാല്യൂ മാക്സിമം ആക്കണം. അതായത് നമുക്ക് മിനിമം ആക്കാം, പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സാധനം ആംഗിൾ മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ സൈൻ 2 തീറ്റയുടെ വാല്യൂ മാക്സിമം ആകണം. ദാറ്റ് ഈസ് ആർ ജി. എപ്പോഴ്? വെൻ സൈൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു 1. സൈൻ 2 ഡിനോമിനേറ്ററിലെ ക്വാണ്ടിറ്റി മാക്സിമം ആയാൽ യുവിന്റെ വാല്യൂ മിനിമം ആകും. റൂട്ട് ആർ ജി ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 2000 ഇൻറ്റു ജിയുടെ വാല്യൂ 10 എന്ന് എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 ഇൻറ്റു 10 റൈസ് ടു 2. ശരി തന്നെ? 2 ഇൻറ്റു 10 റൈസ് ടു 4. റൂട്ട് 2ന്റെ വാല്യൂ എത്രയാണ്? 1.41. 1.41 ഇൻറ്റു 10 റൈസ് ടു 2 ദാറ്റ് ഈസ് ഈക്വൽ 141 മീറ്റർ പെർ സെക്കൻഡ്. ദിസ് ഈസ് ദ ആൻസർ. ആൻസർ കൊടുത്തുള്ളൂ 140 എന്നേ കൊടുത്തുള്ളൂ, 1.4 എന്നേ എടുത്തുള്ളൂ. അത് പ്രശ്നമാണ്. 140 meter per second. This is the least velocity of projection for a maximum horizontal range of 2000. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 5. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. An arrow is shot from a bow in air. അമ്പുമില്ലും. The time of flight t is equal to 5 seconds. Time of flight 5 seconds തന്നിട്ടുണ്ട്. ഹൊറിസോണ്ടൽ റേഞ്ച് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 125. രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെ കണ്ടുപിടിക്കണം? വെർട്ടിക്കൽ ഹൈറ്റ് റേഷ്യോ h കണ്ടുപിടിക്കണം, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ കണ്ടുപിടിക്കണം, വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ കണ്ടുപിടിക്കണം. ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. 10 എടുക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് തുടങ്ങിക്കളയാം. ടൈം ഓഫ് ഫ്ലൈറ്റിൽ നിന്നും 2u sin തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്ന് പറയുന്നതാണ് 5. Therefore u sin theta is equal to 5g divided by 2. അതിനകത്ത് h കണ്ടുപിടിക്കൂ. h is equal to u square sin square theta divided by 2g. u sin theta ഇതാണെങ്കിൽ അതിന്റെ സ്ക്വയർ ആകുമ്പോൾ 25g സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. അതാണ് u sin തീറ്റയുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g. ഒരു ജിയും കൂടെ ക്യാൻസൽ ആയി. Therefore answer is equal to 25 into 10 divided by 8. 25 into 10 divided by 8 എത്ര വരും നോക്കൂ. That is 250 by 8. 125 by 4. 125 by 4 ആകുമ്പോൾ എത്ര വരും? 31.25 വരും. h കിട്ടിക്കഴിഞ്ഞു. ഇനി തീറ്റ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? h by r is equal to tan theta by 4. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച സാധനമാണ്. h by r is equal to tan theta by 4. അപ്പോൾ h divided by r is equal to tan theta divided by 4. h തന്നിട്ടുണ്ട് 31.25 ഡിവൈഡഡ് ബൈ r ഉണ്ട് 125 is equal to tan theta divided by 4. That is tan theta is equal to ഇതേ into 4. That is 125 divided by 125. That is 1 or theta is equal to 45 degree. തീറ്റയുടെ വാല്യൂ 45 കിട്ടിയാൽ u കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? u sin theta is equal to u into sin 45 is equal to 50 divided by 2. That is equal to 25.
That is u is equal to 25 into 1 by root 2. 25 by root 2. അല്ലേ? ഇവിടെ താഴെയാണ് വരിക. That is equal to 25 divided by sin 45. That is equal to 25 root 2 meter per second. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി കഴിഞ്ഞു? ദാറ്റ് ഈസ് എച്ചിന്റെ വാല്യൂ കിട്ടി, ചോദിച്ചിട്ടുണ്ട്. തീറ്റയുടെ വാല്യൂ കിട്ടി, ചോദിച്ചിട്ടുണ്ട്. യുവിന്റെ വാല്യൂ കിട്ടി, അത് മൂന്നും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇവിടെ നിങ്ങൾ വലിയൊരു കാര്യം ഓർക്കുക. ടൈം ഓഫ് ഫ്ലൈറ്റ് തന്നാൽ എച്ച് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമാർഗമുണ്ട്. എച്ച് ഇസ് ഈക്വൽ ടു ജി ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 8. ജി ടി സ്ക്വയർ ബൈ 4 ആണെന്ന് തോന്നുന്നു. നോക്കാം നമുക്കൊന്ന്. ജി ടി സ്ക്വയർ ബൈ 8. എച്ച് ഇസ് ഈക്വൽ ടു ജി ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 8. അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റും ഹൊറിസോണ്ടൽ റേഞ്ചുമായിട്ടുള്ള ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇവിടെ ടൈം ഓഫ് ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ എച്ചിന്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. എച്ച് ഇസ് ഈക്വൽ ടു ജി 10 ഇൻറ്റു ടി സ്ക്വയർ. ടി സ്ക്വയർ എത്രയാണ്? 25 ഡിവൈഡഡ് ബൈ 8. ദാറ്റ് ഈസ് 250 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുന്നതല്ലേ ഇവിടെ കിട്ടിയത്. അതന്നെ ഇവിടെ കിട്ടും. അപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റ് തന്നാൽ എച്ച് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം എന്താണ്? ജി ടി സ്ക്വയർ ബൈ 8. ജി ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 8. ഒന്നുമില്ല, അന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് ടു പാർട്ടിക്കിൾസ് ആർ പ്രൊജക്റ്റഡ് അറ്റ് ആംഗിൾസ് 30 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി ഹാവ് സെയിം വെർട്ടിക്കൽ ഹൈറ്റ്, വാട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദെയർ വെലോസിറ്റീസ്? അപ്പോൾ ഒരുത്തനെ 30 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്യുന്നു, മറ്റേവനെ 60 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്യുന്നു. രണ്ടുപേരുടെയും വെലോസിറ്റി സെയിം ആണ്, രണ്ടുപേരുടെയും വെർട്ടിക്കൽ ഹൈറ്റും ഈക്വൽ ആണ്. വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. u1ഉം u2ഉം കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ട സാധനം u1 ഡിവൈഡഡ് ബൈ u2 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എച്ച് രണ്ടുപേർക്ക് ഈക്വൽ ആണെങ്കിൽ എന്തെഴുതാം? u1 സ്ക്വയർ സൈൻ സ്ക്വയർ 30 ഡിവൈഡഡ് ബൈ 2g ഈസ് ഈക്വൽ ടു u2 സ്ക്വയർ സൈൻ സ്ക്വയർ 60 ഡിവൈഡഡ് ബൈ 2g. 2g ക്യാൻസൽ ആയി. Therefore u1 square a divided by u2 square a is equal to sin square 60 divided by sin square 30. അതിന്റെ നേരെ റൂട്ട് എടുക്കുമ്പോൾ u1 divided by u2 is equal to sin 60 divided by sin 30. sin 60യുടെ വാല്യൂ എത്രയാണ്? sin 60 is equal to root 3 by 2. root 3 divided by 2. sin 30 1 by 2. Therefore answer is equal to root 3 is to 1. This is the answer. ഇവിടെ കൊടുത്തിട്ടുണ്ട് root 3 is to 1. ഇത് വേണ്ട, കണ്ടുപിടിക്കുന്ന മെത്തേഡുകൾ പഠിച്ചു വയ്ക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 6. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 7. An aeroplane is flying. നല്ല ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. An aeroplane is flying horizontally with a velocity 720 km/h and at a height of 1960 meter. അതായത് ഗ്രൗണ്ടിൽ നിന്നും 1960 മീറ്റർ മുകളിലൂടെ ഒരു പ്ലെയിൻ ഇങ്ങനെ പറന്നു പോവുകയാണ്. പ്ലെയിനിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട് u is equal to 720 km/h തന്നെ മാറ്റണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 720 into 720 km/h. That is 720 km/h. That is, it is equal to 720 into 5 by 80. ഇത് 40 into 5, that is equal to 200 meter per second. ഇതാണ് u. എന്നിട്ട് ഇവൻ എന്ത് ചെയ്യുന്നു? അപ്പൊ എന്താ? when it is vertically above a point a എന്ന് പറയുന്ന ഒരു പോയിന്റിന് മുകളിൽ എത്തിച്ചേരുന്ന സമയത്ത് a body is dropped from it. ഇതിനകത്ത് നിന്ന് ഒരു ബോഡിയെ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. പക്ഷെ ഓർക്കുക, ആ ഡ്രോപ്പ് ചെയ്യുന്ന ബോഡി നേരെ താഴേക്ക് വീഴത്തില്ല. കാരണം ഈ എയറോപ്ലെയിനിന്റെ വെലോസിറ്റി u ആണെങ്കിൽ ഈ കല്ലിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ അതിനകത്തിരുന്ന പാക്കറ്റിന്റെ വെലോസിറ്റിയും ബോഡിയുടെ വെലോസിറ്റിയും u തന്നെ ആയിരിക്കും. കാരണം പ്ലെയിനകത്തല്ലേ ബോഡി ഇരിക്കുക. അപ്പൊ പ്ലെയിനിന്റെ വെലോസിറ്റി u ആണെങ്കിൽ അതിനകത്തിരിക്കുന്ന ബോഡിയുടെ വെലോസിറ്റി u ആണ്. ഡ്രോപ്പ് ചെയ്യുമ്പോൾ അവൻ താഴോട്ട് വീഴില്ല, അവൻ ഇങ്ങനെ വന്ന് എങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് വീഴും. ഇത് കാണുമ്പോഴേ നമ്മൾ മനസ്സിലായിക്കണം, ദിസ് ഈസ് ഈക്വലന്റ് ടു എ ബോഡി പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ ഓഫ് ഹൈറ്റ് h. ഇവിടെ എച്ചിന്റെ വാല്യൂ എത്രയാണ് പറഞ്ഞിരിക്കുക? 1960 മീറ്റർ.
വെലോസിറ്റി എത്രയാണ് കിട്ടി? 200. അപ്പോൾ ഇത് കാണുമ്പോൾ ഉടനെ നമ്മൾ ചിന്തിക്കണം, ദിസ് ഈസ് ഈക്വലൻ ടു എ ബോഡി. ഏതാണ് നമ്മൾ നേരത്തെ പഠിച്ച സാധനം? അത് നമ്മൾ ഇത് ഇതല്ല, നെക്സ്റ്റ് കേസ്. ഈ കേസ് അപ്പോൾ മനസ്സിൽ വരണം. h is equal to half gt square and r is equal to ut എന്ന് പറയുന്ന കണ്ടീഷൻ അപ്പോൾ നമ്മുടെ മനസ്സിൽ വരിക. അപ്പോൾ നമ്മൾ ഉടനെ എഴുതണം h is equal to half gt square. That is 1960 is equal to half into 9.8 into t square. 9.8 വേണ്ട. Therefore t square is equal to 2 into 1960 divided by 9.8. 19.6 ആണെങ്കിൽ 2 വരും. അപ്പൊ ഇത് 200 വരും. 200 into 2 that is equal to 400. 400ൽ നിന്ന് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ that is 20 seconds. ഇപ്പോൾ താഴെ വരാനെടുത്ത ടൈം കിട്ടി 20. ചോദിച്ചിരിക്കുന്നത് അതല്ല, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ ബി. എയിൽ നിന്നും ബിയിൽ വന്ന് കല്ല് വന്ന് വീഴുകയാണെങ്കിൽ എ ബിയുടെ വാല്യൂ എത്ര? ദ റേഞ്ച് ആർ ഈസ് ഈക്വൽ ടു യു ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു യു എന്ന് പറയുന്നത് എത്രയായിരുന്നു? ദാറ്റ് ഈസ് 200. 200 into 20. That is equal to 4,000 meter. This is the answer. The orbit is equal to 4 kilometer. മനസ്സിലായോ? അപ്പോൾ ഒരു പ്ലെയിൻ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്നു, അതിനൊരു കല്ലിനെ ഡ്രോപ്പ് ചെയ്താൽ കല്ല് ഇങ്ങനെ വന്ന് വീഴും. ദാറ്റ് ഈസ് ഈക്വൽ ടു a body projected horizontally from the top of a tower of height h. Therefore use the equations h is equal to half gt square and r is equal to ut. ഇതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് വേണേ പ്രോബ്ലം ചെയ്യാനായിട്ടിരിക്കാൻ, അല്ലാതെ ഇരുന്ന് കളഞ്ഞേക്കരുത്. പ്രോബ്ലം തിയറി പാർട്ട് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെച്ചതിന് ശേഷം മാത്രമേ ഇതിനകത്തോട്ട് പോകും. അടുത്തത് എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 8. A bullet is fired at an angle of 30 degree with the horizontal. Hit the ground 3 kilometers away. How high did it rise? അപ്പോൾ h by r ഒന്ന് ചെയ്യേണ്ട ഇതാണ്. h by r is equal to tan theta divided by 4. പോയത് 3 കിലോ. r is equal to 3 kilometer. Theta is equal to 30 degree. Therefore tan theta is equal to 1 by root 3. Therefore കണ്ടുപിടിക്കേണ്ടത് h ആണ്. h is equal to r tan theta divided by 4. That is equal to 3 kilometer into tan theta 1 by root 3 divided by 4. കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റിക്കോളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് കിലോമീറ്റർ ആണ്, അത് മാറ്റുമ്പോൾ 3000 മീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3000 ഡിവൈഡഡ് ബൈ 4 റൂട്ട് 3. അത് നമുക്ക് ഇങ്ങനെ എഴുതാം, 3 into 1000 ഡിവൈഡഡ് ബൈ 4 റൂട്ട് 3. ഇത് രണ്ടും കൂടെ പോകുമ്പോഴത്തേക്ക് ഇത് റൂട്ട് 3 ആവും. ഇത് രണ്ടും കൂടെ 250. Therefore answer is equal to 250 root 3 മീറ്റർ. ആൻസർ അതല്ലേ? അതെ, അതിന്റെ വാല്യൂ ഇതായിരിക്കും. 250 into 1.73 ചെയ്ത് നോക്കുക, ഈ ആൻസർ കിട്ടും. ഇനി നമുക്ക് ഇത് ഇത് അറിഞ്ഞുകൂടായിരുന്നെങ്കിലോ സാറേ? ചുമ്മാ അത് എഴുതി കണ്ടുപിടിക്കണം. ചുമ്മാതെ നമ്മൾ എഴുതി കണ്ടുപിടിക്കണം. എച്ചിന്റെ ആറിന്റെയും വാല്യൂ എഴുതി കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, അത് അറിഞ്ഞൂടാ എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ആറ് തന്നിട്ടുണ്ട്. ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. മനസ്സിലായോ? അതിനകത്ത് എന്തെഴുതണം? ദാറ്റ് ഈസ് ആറിന്റെ വാല്യൂ നമുക്കറിയാം. ആറിന്റെ വാല്യൂ എത്രയാണ്? 3000 മീറ്റർ. ദാറ്റ് ഈസ് 3000 ഇൻറ്റു ജിയുടെ വാല്യൂ 10 ഈസ് ഈക്വൽ ടു യു സ്ക്വയർ എ ഇൻറ്റു 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നെഴുതണം. 30 വേണ്ടല്ലോ, സൈൻ 2 തീറ്റ തന്നെ എഴുതിയാൽ മതി. കാരണം അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 2 into 30, ദാറ്റ് ഈസ് സൈൻ 60. അതിനകത്ത് യു സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3000 into 10 ഡിവൈഡഡ് ബൈ സൈൻ 30 റൂട്ട് 3 ഡിവൈഡഡ് ബൈ 2. അപ്പൊ റൂട്ട് 3 ഇവിടെ വരും, 2 ഇവിടെ വരും. യു സ്ക്വയറിന്റെ വാല്യൂ കിട്ടും. Then h is equal to u square sin square theta divided by 2g കാത്ത് u സ്ക്വയറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 3000 into 20 divided by root 3 into sin square theta, sin square 1 by 4, 30, sin 30 1 by 2 by 2 into g ചെയ്താൽ ഈ ആൻസർ തന്നെയായിരിക്കും കിട്ടുക. ഇതാണ് എളുപ്പം. മനസ്സിലാവുന്നുണ്ടേ? അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ ഈ കണ്ടീഷനിൽ വെച്ച് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 into
10⁻⁴ അല്ലെങ്കിൽ 3 അല്ല 6 into 10⁻⁴ divided by √3 എന്ന് കിട്ടും. അതിന്റെ വാല്യൂ നമ്മൾ എച്ചിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. h is equal to u square sin square 30 divided by 2g. u square വാല്യൂ ഇടുക 6 into 10⁻⁴ divided by √3 into sin square 30 1/4 by 2g. നിങ്ങൾ ചെയ്തു നോക്കുക, സെയിം ആൻസർ തന്നെയായിരിക്കും കിട്ടുക, ഒരു വ്യത്യാസവും വരില്ല. ഓക്കെ, ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9 ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 9, എ ബോൾ ഈസ് പ്രൊജക്റ്റഡ് ഫ്രം ദ ഗ്രൗണ്ട് അറ്റ് എ സ്പീഡ് ഓഫ് 10 m/s. അപ്പൊ u is equal to 10, മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് θ is equal to 30 degree. With the horizontal, another ball is simultaneously released from the point on the vertical line along the maximum height of the projectile. Both the ball collide at the maximum height of the projectile. What is the initial height of the second ball? ഒന്നും മനസ്സിലായി കാണത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞുതരാം. സോ നോക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ അങ്ങോട്ട് മാറിയിരിക്കട്ടെ. ഒരു ബോഡിയെ ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ 30 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു. എത്ര ഡിഗ്രി? 10 m/s 30 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇത് ഇവിടെ നിന്ന് 30 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന അതേ സമയത്ത്, ഫസ്റ്റ് ബാളിന് പ്രൊജക്റ്റ് ചെയ്യുന്ന അതേ സമയത്ത് ഇവന്റെ മാക്സിമം ഹൈറ്റ് ഉണ്ടല്ലോ, അതിന്റെ നേരെ മുകളിലുള്ള ഇവിടെ നിന്നും ഒരു ബോഡിയെ താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പൊ അത് ഇങ്ങനെയാണ് സംഭവം. ഇവൻ ഇവിടെ നിന്ന് വിടുന്നു, അത് ഇങ്ങനെ രണ്ടുപേരും കൂടി ഇവിടെ വന്ന് കൂട്ടിയിടിക്കുന്നു. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ഇരിക്കുകയാണ് ഇത് ഒന്നാമത്തെ ഇത് ഉണ്ടോ, ഇവനെ പ്രൊജക്ട് ചെയ്യുന്ന അതേ സമയത്ത് ഇവനെ ഡ്രോപ്പ് ചെയ്യും. രണ്ടുപേരും കൂടി ഇവിടെ വന്ന് കൂട്ടിയിടിക്കുന്നു. ഇവൻ നേരെ താഴോട്ട് വരും, ഇവൻ ഇങ്ങോട്ട് വരും, താഴോട്ട് വന്ന് രണ്ടും കൂടെ കൂട്ടിയിടിക്കും. അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? ഇവൻ ഇവിടെ നിന്ന് ഇവിടെ വരാനെടുക്കുന്ന ടൈമും അവൻ അവിടെ നിന്ന് താഴെ വരാനെടുക്കുന്ന ടൈമും സെയിം ആണ്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ഈ ബോഡി ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റ് മുകളിലാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്ന ആൻസർ h+h ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് h+h എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? സെക്കൻഡ് ബോഡി ഗ്രൗണ്ടിൽ നിന്ന് എത്ര മുകളിലാണ്. ചുമ്മാതെ ചെയ്യാം. ഇവിടം തൊട്ട് ഇവിടം വരെ വരാനെടുക്കുന്ന ടൈം എത്ര? u sin θ/g അറിയാമല്ലോ. ഇവിടം തൊട്ട് ഇവിടം വരെ വരാൻ 2u sin θ/g ആണെങ്കിൽ പകുതി വരാനെടുക്കുന്ന ടൈം u sin θ/g. ന്റെ വാല്യൂ 10 ആണ്. sin θ sin 30 1/2 ആണ്. by g 10, that is t is equal to half seconds. t യുടെ വാല്യൂ half seconds ആണ്, 0.5 seconds. ഇനി ഇവന്റെ h നിങ്ങൾ കണ്ടുപിടിച്ചു നോക്കൂ. h is equal to u square sin 2θ divided by g. u square sin square θ divided by 2g. ന്റെ വാല്യൂ എത്രയാണ്? 10, that is 10 square into sin square 30, that is 1/4 divided by 2 into 10. ഒരു 10 കൂടെ ക്യാൻസൽ ആയി. that is 10/8, that is equal to 10 divided by 8. 10/8 എന്നത് 1.25 meter. 10/8 is equal to 1. അപ്പൊ അത് ഏത് കിട്ടി? ഇവന്റെ h. ഇനി ഇത് കണ്ടുപിടിക്കണം. അത് ഫ്രീലി ഫാളിംഗ് ബോഡി ആയതുകൊണ്ട് സ്മാൾ h is equal to half gt square. That is equal to half into 10 into 1/2 the whole square. That is also 10/8. That is equal to 1.25. അപ്പോൾ ഇവൻ താഴേക്ക് വന്നത് 1.25 മീറ്റർ, ഇവന്റെ മുകളിലേക്കുള്ള ഹൈറ്റും 1. Therefore, total height of the body from the ground is equal to 1.25 plus 1.25, that is equal to 2.5 meter. This is the answer. കാര്യങ്ങൾ പിടികിട്ടിയോ എന്നുള്ളതാണ്. പ്രോബ്ലം ചെയ്യാൻ അയ്യോ ഇത്രയും പാടുണ്ടോ എന്നല്ല, കാര്യം മനസ്സിലാക്കിയോ. ഇവൻ ഇവിടെ നിന്ന് ഇവിടെ വരുന്ന അതേ സമയത്ത് ഈ ബോഡി ഇവിടെ നിന്ന് താഴെ വരും. അപ്പൊ ഇങ്ങനെയാണ് വരിക ഉണ്ടോ. അപ്പൊ ഇവൻ താഴോട്ട് വരാനെടുത്ത ടൈം ഇവൻ ഇവിടെ നിന്ന് ഇവിടെ വരാനെടുത്ത ടൈമും സെയിം. ഇവന്റെ h കണ്ടുപിടിക്കുക, താഴേക്ക് വന്ന ഹൈറ്റ് കണ്ടുപിടിക്കുക, രണ്ടും കൂടെ കൂട്ടിയാൽ ടോട്ടൽ ഹൈറ്റ് ആയി. ഓക്കെ മനസ്സിലായോ? ശരി, ലാസ്റ്റ് ക്വസ്റ്റിനകത്തേക്ക് നമുക്ക് പോവാം. The position of a particle is given by r is equal to 2t square I plus 3tj.
plus 4k. Where t is in seconds and coefficients have proper units are to be in meter. What is the acceleration of the particle at t is equal to 1? A യുടെ വാല്യൂ കണ്ടുപിടിക്കണം, t യുടെ വാല്യൂ 1 സെക്കൻഡ് ആവുമ്പോൾ. ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു dr ഡിവൈഡഡ് ബൈ dt. ദാറ്റ് ഈസ് ഈക്വൽ ടു 4ti പ്ലസ് 3j പ്ലസ് 0. കാരണം 3 into dt by dt 1. And acceleration A is equal to dv divided by dt. What is dv by dt? That is equal to 4i plus 0. Therefore, acceleration A is equal to 4 meter per second square, comma, constant along x direction. കാരണം I അല്ലേ കിടക്കുന്നത്, I കിടന്നാൽ x. അപ്പോൾ അതിൻ്റെ 4i meter per second square. അതിൻ്റെ അർത്ഥം പാർട്ടിക്കിൾ ഹാസ് ആൻ ആക്സിലറേഷൻ ഓഫ് 4 meter per second square അലോങ് ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഇതാണ് അതിൻ്റെ അർത്ഥം. പിന്നെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒത്തിരി ടൈറ്റ് ക്വസ്റ്റ്യനകത്തേക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നില്ല. ഇതൊക്കെ എൻട്രൻസ് ചോദിച്ചാൽ പല ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ഇത് ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ എന്ത് കഴിഞ്ഞു? നമ്മുടെ പ്രൊജക്റ്റൈൽ മോഷനകത്തുള്ള ഏകദേശം ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക, പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം, മറ്റു ക്വസ്റ്റ്യൻസ് കൂടെ ഇത് ചെയ്യാത്ത ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ.